മഹാരാജ സിനി തോതിന്റെ ആദ്യത്തെ തമിഴ് സിനിമ റിവ്യൂ ആണ്. ഇത്രത്തോളം മികച്ച ഈ സിനിമ കാണാൻ കഴിഞ്ഞതിലും അതിലേറെ ഈ സിനിമയെ റിവ്യൂ ചെയ്യാൻ കഴിഞ്ഞതിലും ഞങ്ങൾക്ക് വളരെ സന്തോഷം. സംവിധായകനും എഴുത്തുകാരനുമായ നിതിലൻ സ്വാമിനാഥന്റെ രണ്ടാമത്തെ സിനിമയാണ് മഹാരാജ. വിജയ് സേതുപതിയുടെ 50ാമത്തെ ചിത്രവും. 2017 മിഥുലന്റെ ആദ്യ സിനിമയായ കുരങ്ങുബൊമ്മൈ റിലീസാകുന്നത്. മികച്ച ഒരു ത്രില്ലർ സിനിമയായ കുരങ്ങുബൊമ്മൈ ഇറങ്ങി 6 വർഷങ്ങൾക്ക് ശേഷമാണ് നിതിലൻ മഹാരാജ തിയേറ്ററിലെത്തിക്കുന്നത്. ഇത്തവണ അദ്ദേഹത്തിന്റെ കൂടെ എഴുത്തിൽ രാം മുരളിയും പങ്കാളിയായിട്ടുണ്ട്. ഒട്ടുമിക്ക ത്രില്ലർ സിനിമകൾക്കും ഫ്ലാഷ് ബാക്ക് സ്റ്റോറീസ് ഉണ്ടാവും. അവയെ സിനിമയിൽ കൃത്യമായി പ്ലേസ് ചെയ്യുക എന്നത് എഡിറ്ററുടെ മിടുക്കാണ്. മഹാരാജയിൽ എഡിറ്ററുടെ ആ പണി കൂടിയാണ് എഴുത്തുകാരൻ ചെയ്തിരിക്കുന്നത്. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രസന്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന സിനിമ പ്രേക്ഷകർ പോലും അറിയാതെ ഫ്ലാഷ് ബാക്കിനുള്ളിലൂടെ കടന്നു പോകുന്നുണ്ടാകും. ഫ്ലാഷ് ബാക്കിന് അവസാനം ഒരു സംഭാഷണത്തിലൂടെ വിദഗ്ധമായി സിനിമ വീണ്ടും പ്രസന്റിലെത്തിക്കും. അതാണ് ഈ തിരക്കഥയുടെ മാറ്റം. നോൺ ലിനിയർ രീതിയിൽ കഥ പറയുമ്പോൾ സാധാരണ പ്രേക്ഷകനുണ്ടാകാൻ സാധ്യതയുള്ള കൺഫ്യൂഷൻസ് തിരക്കഥയുടെ ഈ മാജിക് കൊണ്ട് സംവിധായകൻ മറികടക്കുന്നുണ്ട്. ഇമോഷണലായി ഈ സിനിമ പ്രേക്ഷകനുമായി നന്നായി തന്നെ കണക്ട് ആകുന്നുണ്ട്. അതുകൊണ്ടാണ് അതിഭീകര വയലൻസ് കണ്ടും പ്രേക്ഷകൻ തിയേറ്ററിൽ കൈയടിക്കുന്നത്. ഈ സിനിമയുടെ ക്യാമറാമാൻ ദിനേശ് പുരുഷോത്തമൻ, എഡിറ്റർ ഫിലോമിൻ രാജ്, മ്യൂസിക് അജനീഷ് ബി ലോക്നാഥ്. ഇവർ 3 പേരും നിതിലൻ സ്വാമിനാഥന്റെ ചിന്തകൾക്കൊപ്പം സഞ്ചരിച്ചവരാണ്. അജനീഷിന്റെ മ്യൂസിക് ഈ സിനിമയിലെ ഇമോഷൻസിനെ നമ്മുടെ മനസ്സിലേക്ക് അത്രയേറെ ആഴത്തിൽ ഇറക്കി വിടുന്നുണ്ട്. ഈ സിനിമയിലെ അഭിനേതാക്കളുടെ കാര്യത്തിലേക്ക് വന്നാൽ നായകൻ മുതൽ ചെറിയ റോളുകളിൽ അഭിനയിച്ചവർ വരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. ഈ സിനിമ തിയേറ്ററിൽ കണ്ടാൽ തിരികെ വീട്ടിലെത്തുന്നതുവരെയെങ്കിലും ഉറപ്പായും നിങ്ങൾ ഈ സിനിമ പിന്തുടരും. അത്രയേറെ ബ്രില്യൻ്റ് ആയാണ് മഹാരാജ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ നിർത്തുന്നു. ഉറപ്പായും മിസ് ചെയ്യാതെ തിയേറ്ററിൽ തന്നെ മഹാരാജ കാണാൻ ശ്രമിക്കുക. വളരെ മികച്ച ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും ഈ ചിത്രം നിങ്ങൾക്ക് സമ്മാനിക്കുക. നന്ദി.